ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കുട്ടികൾ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സമയത്ത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു വീഡിയോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. എന്നാൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഐഫോണിൽ ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഒന്നും ഇല്ലേ എന്ന്. ഐഫോണിൽ അടിപൊളി സെറ്റിങ്സ് ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഐഫോണിൻ്റെ 6s Plus ആണ്. ഇതിന് ഹോം ബട്ടൺ ഉണ്ട് കേട്ടോ. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ഫോണൊന്നും ഹോം ബട്ടൺ ഇല്ല, പവർ ബട്ടൺ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഐഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ ഗൈഡഡ് ആക്സസ് എന്ന ഈ ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗൈഡഡ് ആക്സസ് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പാസ്കോഡ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെറ്റ് ഗൈഡഡ് ആക്സസ് പാസ്കോഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 1111 എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇവിടെ റീ എൻ്റർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇതൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൊബൈലിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഈ രൂപത്തിൽ വെച്ചതിന് ശേഷം പവർ ബട്ടൺ അല്ലെങ്കിൽ ഹോം ബട്ടൺ ഉണ്ടെങ്കിൽ ഹോം ബട്ടൺ 3 ടൈം തുടരെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഹോം ബട്ടൺ ഉള്ളത് കൊണ്ട് ഹോം ബട്ടണാണ് 3 ടൈം പ്രസ് ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഗൈഡഡ് ആക്സസ് എന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കത് സ്റ്റാർട്ടഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും അത് 3 പ്രാവശ്യം പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത ആ പാസ്കോഡ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. നേരത്തെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത അതേ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതൊരു ഈ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ ഓപ്ഷൻസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടച്ച് എന്ന ഭാഗം ഓണിലാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇവിടെ റീസം എന്നാണ് എനിക്ക് കാണിക്കുന്നത്. നേരത്തെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് റീസമാണ് ഉള്ളത്. നിങ്ങളുടെ മൊബൈലിൽ സ്റ്റാർട്ട് എന്നാണ് കാണിക്കുക. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസ്പ്ലേയിലുള്ള ആ ഫോട്ടോസ് എങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് മാറില്ല. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്ത് പോകാനും കഴിയില്ല. ഇനി നിങ്ങൾക്കത് തിരികെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും 3 ടൈം പവർ ബട്ടൺ അല്ലെങ്കിൽ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്കോഡ് എൻ്റർ ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ വരും. 3 ടൈം ഞാൻ പ്രസ് ചെയ്യാണ്. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ആ പാസ്കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. ആ പാസ്കോഡ് കൃത്യമായിട്ട് ഞാൻ എൻ്റർ ചെയ്യാണ്. അതിനുശേഷം വീണ്ടും അതേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ഇടതുവശത്ത് എൻഡ് എന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ ഗാലറി ഓപ്പൺ ചെയ്യാം. വീഡിയോസുകൾ കാണാം, ഫോട്ടോസുകൾ കാണാം. ഇതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് സെറ്റിങ്സ്. ഇപ്പോൾ നിങ്ങൾക്കിതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇനി ഈ വീഡിയോ കുട്ടികൾ കാണുന്നവരാണെങ്കിലും നിങ്ങൾ കൊടുത്ത പാസ്കോഡ് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് യഥേഷ്ടം നിങ്ങളുടെ പാസ്കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ഒരു പേരിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.